ഹലോ, കെനാല് വെള്ളം വന്നിട്ടുണ്ട്, അതിങ്ങനെ കാണുകയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടായ റിനാസിൻ്റെ വീട്ടിൽ മുബഷിർ കുളിക്കുന്നുണ്ടെന്നാണ്. അവിടെ പോകുന്നതാണ്, റിസോർട്ട് പോകുന്ന ഫീലാണ്. അടിപൊളി വൈബ്, നല്ലൊരു കുളമുണ്ട്, കിട്ടിലോസ്കി കുളം. അപ്പോൾ അവിടെ നിന്ന് വെള്ളത്തിൽ ചാടുന്നൊക്കെ ഒരു ആഗ്രഹം തോന്നി. മുബഷിറിൻ്റെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കയറി മക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആദ്യം നോക്കുന്ന കുളം കാണുന്നത് തോന്നുന്നു കണ്ടിട്ടുണ്ട്. അവരൊക്കെ സ്വിമ്മിങ് പൂളൊക്കെ അല്ലേ കാണും. അപ്പോൾ അവിടുന്ന് കുറച്ച് ആസ്വദിച്ചതിന് ശേഷം പിന്നെ ചാമ്പക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ എന്താ പറയുക, കാറ്റ് പോലെ വെള്ളം കോരി കുളിച്ച് നല്ല വൈബുണ്ടായിരുന്നു, സെറ്റപ്പ്. പിന്നെ ചാമ്പക്കൊക്കെ പറിച്ചു. കുറേ വെയിറ്റിൻ്റെ മരവും നല്ല കാറ്റുണ്ടായിരുന്നു. അവിടെ രണ്ട് കുട്ടികൾ, അവിടുത്തെ കുട്ടികളൊരു ഷോപ്പൊക്കെ തുടങ്ങി കച്ചവടം. പിന്നെ ആർക്കിസ്റ്റ് കാറ്റിൻ്റെ ഫുള്ള് ഓട്ടോറിക്ഷക്കാരുടെ ജാതിയായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് ചെടികളും ഒക്കെ വന്ന് നനച്ചു. ഈ പുല്ല് നനച്ച് മെഞ്ഞാന്ന് നട്ട പുല്ലാണ്. ബൈക്കിലൊരു യാത്ര റൈഡ്, രാവിലെ തന്നെ ഒരു മോർണിംഗ് റൈഡ് നന്നാക്കി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി പോകുന്ന പോക്കാണിത്. ഡെയിലി അല്ല, ഒന്നിക്കൊന്നര അണ്ണാക്കിൽ ഈ ചിക്കൻ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. ഭയങ്കര പെപ്പർ ഇട്ടിട്ട് ഭയങ്കര എന്താ പറയുക, ഒന്നൊന്നര ചിക്കൻ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഇരുവൊക്കെ ആയിട്ട്. പനിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആകെ പനിയൊക്കെ മാറി വെറ്റായി വരുന്ന ഇത്രയും നല്ല ചിക്കൻ. പിന്നെ അതിൽ നല്ല പുട്ടും ചെറുപയറും. പിന്നെ അവിടുത്തെ ഫേവറേറ്റ് ഉണ്ട് ഒരു തക്കാളിക്കറി, അത് നല്ല ടേസ്റ്റാണ്. പൊറോട്ട ഉണ്ട്. ഇതാണ് ചിക്കൻ, ഒന്നും പറയാനില്ല മോനെ, എന്താ ടേസ്റ്റ് എന്നാ. കടിച്ച് പറിച്ച് തിന്നാൻ ഒന്നൊന്നര ടേസ്റ്റാണ്. ഇതാണ് തക്കാളിക്കറി. ഇതിന് വേറെ തന്നെ ഒരു നൊസ്റ്റുമാണ്. അതും കൂട്ടി ചായ പിടിച്ച് മോനും ഉണ്ടായിരുന്നു. അവൻ പഴംപൊരിയൊക്കെ കഴിച്ച് രാവിലെ തന്നെ ഇതൊക്കെ കഴിച്ച് നല്ല ആസ്വദിച്ച തക്കാളിക്കറിയിൽ ഇങ്ങനെ വടിച്ചെടുക്കാനൊക്കെ ഭയങ്കര രസം. നല്ല ടെൻഡർ ചിക്കൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇതാണ് ശരിക്കുള്ള ടെൻഡർ ചിക്കൻ, കിട്ടില്ല ചിക്കൻ. പിന്നെ മോന് രണ്ട് മുയലിനെ മേടിച്ചു, ഒന്ന് ചത്തുപോയി. വെയിലത്ത് മുകളിൽ വെച്ചിട്ടാന്ന് തോന്നുന്നു. അവന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, ഭയങ്കര ഫീലിങ് കാശിലൊക്കെ ആയിരുന്നു. അപ്പോൾ കരയുന്നുണ്ട്. വിഷമണ്ട പിന്നെ ഞാൻ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊക്കോ പൂട്ടിപ്പിച്ച് അത് പറിച്ച് അരിയിൽ വെച്ച് പതിപ്പിച്ച് ഫസ്റ്റ് ബൈറ്റ് ആദ്യത്തെ കൊക്കോ ആണിത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു, നല്ല ആസ്വദിച്ച് ഒന്നുണങ്ങി ഇങ്ങനെ വൈബ് വായിലിട്ട് ഇങ്ങനെ അലിച്ചെടുത്ത് കഴിക്കാൻ നല്ല രസം. അതിൻ്റെ കുരു കഴിഞ്ഞ് നടണം. പിന്നെ കല്ലുമുക്കായും ചായ വേറെ തന്നെ വൈബ് നാട്ടിൽ. ഇത് ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ പുറത്തുനിന്ന് എടുത്ത് എന്താ പറയുക, അടിപൊളി വൈബ്.